ദേശീയപാത വികസനത്തിന് വിട്ടുനൽകിയ ക്ഷേത്രഭൂമികളുടെ നഷ്ടപരിഹാര തുക സർക്കാരിൽ നിന്ന് വാങ്ങിയെടുക്കാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തുക ദേവസ്വം ബോർഡിന് ക്ലെയിം ചെയ്യാമെന്ന് 2023 സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ആലപ്പുഴ ജില്ലയിൽ മാത്രം നഷ്ടപരിഹാര ഇനത്തിൽ സർക്കാരിലേക്ക് പോയത് 20 കോടിയിലധികം രൂപയാണ്. നഷ്ടമായ ഭൂമിക്ക് ലഭിക്കേണ്ട അധിക തുകയും നഷ്ടപ്പെടുത്തി ദേവസ്വം ബോർഡിന്റെ കെടുകാര്യസ്ഥത. ജനം ബ്രേക്കിംഗ്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ ഏറ്റെടുത്ത ക്ഷേത്രഭൂമികളുടെ നഷ്ടപരിഹാര തുക കൈപ്പറ്റിയത് സംസ്ഥാന സർക്കാരാണെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ നേരത്തെ ജനം ടിവി പുറത്തുവിട്ടിരുന്നു. ആലപ്പുഴയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള 18 ക്ഷേത്രങ്ങളുടെ ഭൂമി ഏറ്റെടുത്ത വകയിൽ 20 കോടിയിലധികം രൂപയാണ് 2023 സംസ്ഥാന സർക്കാർ കൈപ്പറ്റിയത്. റവന്യൂ വകുപ്പുമായുള്ള ചില തർക്കങ്ങൾക്കൊടുവിൽ ഈ തുക ധനകാര്യ വകുപ്പിൽ നിന്നും ദേവസ്വം ബോർഡിന് ക്ലെയിം ചെയ്യാമെന്ന് 2023 ഓഗസ്റ്റിൽ സർക്കാർ ഉത്തരവുമിറക്കി. എന്നാൽ നാളിതുവരെ ഈ തുക തിരിച്ചുപിടിക്കാനുള്ള യാതൊരു നടപടിക്രമങ്ങളും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ബോർഡിനാകെ ലഭിച്ചതാകട്ടെ പൊളിച്ച ക്ഷേത്രങ്ങളുടെയും മതിലുകളുടെയും പുനർനിർമ്മാണത്തിനെന്ന രീതിയിൽ ചെറിയൊരു വിഹിതം മാത്രം. ഭൂമിക്ക് ലഭിക്കേണ്ട അധിക തുകയും ദേവസ്വം ബോർഡിന്റെ കെടുകാര്യസ്ഥത മൂലം നഷ്ടമായി എന്നതാണ് മറ്റൊരു വസ്തുത. ഏതൊരു ഭൂമിയും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്കായി ഏറ്റെടുക്കുമ്പോൾ ലാൻഡ് അക്വിസിഷൻ അതോറിറ്റി മിനിമം നഷ്ടപരിഹാര തുകയാണ് സാധാരണഗതിയിൽ നിശ്ചയിക്കാറുള്ളത്. സ്വകാര്യ വ്യക്തികളാണെങ്കിലും മറ്റു സംവിധാനങ്ങളാണെങ്കിലും പ്രദേശത്തെ യഥാർത്ഥ ഭൂമി വിലയനുസരിച്ചുള്ള നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ആർബിട്രേറ്ററായ ജില്ലാ കളക്ടറെ സമീപിക്കുകയും കൂടുതൽ തുക വാങ്ങിയെടുക്കുകയും ചെയ്യാറുണ്ട്. ഇതിനായി ഒരു ചെറുവിരൽ പോലും ദേവസ്വം ബോർഡ് അനക്കിയിട്ടില്ല. ഫലത്തിൽ ഭൂമിയുടെ നഷ്ടപരിഹാരം കൃത്യമായി വാങ്ങിയെടുത്തില്ലെന്ന് മാത്രമല്ല, ലഭ്യമാകേണ്ട അധിക തുക നഷ്ടമാക്കുകയും ചെയ്തു. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.